ഹായ്. അപ്പോൾ ഇന്ന് MSW032 സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, ക്രിമിനൽ ജസ്റ്റിസ്. അതിനകത്ത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇതും ബ്ലോക്ക് 1 തന്നെയാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഫങ്ഷൻസ് ഓഫ് ഡീവിയേഷനിസം ആൻഡ് ക്രിമിനലൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ അതേ പേരിൽ തന്നെ 20 മാർക്കിന് എസ്സേ ചോദിച്ചിരുന്നു. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ എനിക്ക് തോന്നി. അതുപോലെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം അതിനകത്ത് ഒരുപാട് പോയിന്റ്സ് 20 മാർക്കിന് ഇലാബറേറ്റ് ചെയ്യാനായിട്ട് കണ്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഇംപ്രവൈസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആൻസർ പറയുന്നത്. 20 മാർക്കിന് നമുക്ക് ഡിഫൈൻ ചെയ്ത് എഴുതത്തക്ക രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. MSW032 സോഷ്യൽ വർക്ക് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസിൻ്റെ രണ്ടാമത്തെ ചോദ്യമാണ് ഫങ്ഷൻസ് ഓഫ് ഡീവിയേഷനിസം ആൻഡ് ക്രിമിനലൈസേഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡീവിയേഷൻ, എന്താണ് ക്രൈം എന്ന് പറയുന്നത്. ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയിൽ കുറച്ച് റൂൾസും നോംസും ഒക്കെ ഉണ്ട്. ഈ രീതിയിലാണ് ഒരു സൊസൈറ്റിയിലെ ആളുകൾ ബിഹേവ് ചെയ്യേണ്ടത്. ഒന്നൊരു ഇൻഡസ്ട്രിയലൈസ്ഡ് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാൾ ബിഹേവ് ചെയ്യുന്നു എങ്കിൽ അതാണ് ഡീവിയൻസ്. ഇങ്ങനെ എല്ലാ ഡീവിയൻസിനും പണിഷ്മെൻ്റ് ഒന്നുമില്ല. ലോ ആൻഡ് ഓർഡറിൽ നിയന്ത്രിക്കപ്പെട്ടിട്ടില്ല. ചില കാര്യങ്ങൾ പറയത്തില്ലേ, സദാചാര പോലീസ് എന്നൊക്കെ പറയത്തില്ലേ. ഒരു സൊസൈറ്റിയിൽ ഏതെങ്കിലും പറഞ്ഞപ്പെട്ട സദാചാരത്തിന് അപ്പുറമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ അവിടുത്തെ സാധാ ജനങ്ങളായിരിക്കും മുന്നിട്ടിറങ്ങുന്നത്. അവർ ചിലപ്പോൾ അതൊരു കയ്യാങ്കളിയിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡീവിയൻസിൽ വരുന്നത്. എന്നാൽ അത് നിയമപ്രകാരം ഒരു കുറ്റമാണോ? അല്ല. അങ്ങനെ വരാം. ഇനി അതും നിയമപ്രകാരം കുറ്റമായിട്ട് വരുന്ന കാര്യമുണ്ട്. ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ കക്കുന്നത് അനുവദിച്ചിട്ടില്ല, നിയമപ്രകാരവും അത് അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഏതൊരു തരത്തിലുള്ള ഡീവിയൻസ് ആണോ നിയമപ്രകാരവും പണിഷ് ചെയ്യപ്പെടുന്നത്, അങ്ങനെയുള്ളതാണ് ക്രൈമുകൾ. അതിനുള്ള പണിഷ്മെൻറ്റ് ജയിലിലോ അല്ലെങ്കിൽ ഒരു ഫൈനായിട്ടോ അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ്, ഡെത്ത് സെൻറ്റൻസ്, അങ്ങനെ പല രീതിയിലുള്ള പണിഷ്മെൻറ്റ്സ് ആയിട്ടോ, എന്തെങ്കിലും ഒരു ഫൈനായിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കോടതി പറയും നിങ്ങൾ ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറയും ഇത്ര ദിവസം. ചില കാര്യങ്ങളൊക്കെ ക്രൈമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അപ്പം ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ക്രൈമായിട്ട് വരുന്നത്. അത് തന്നെ ഡീവിയേഷനിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡീവിയൻസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ഒരു വ്യക്തി ചെയ്തു, അതുകൊണ്ട് അയാൾക്ക് സംഭവിക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയത് കൊണ്ട് അയാൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം, അതിനെയാണ് ഡീവിയേഷനിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾ ക്രിമിനലായി അല്ലെങ്കിൽ ഒരു ക്രൈമിൽ അയാളെ ശിക്ഷിക്കപ്പെട്ടു, അങ്ങനെയെങ്കിൽ അയാൾ ക്രൈം ചെയ്തു, ക്രിമിനലായി. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും, അല്ലെ എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്നത്? അങ്ങനെ ഒരാൾ ക്രൈമിൽ ഏർപ്പെടുമ്പോൾ അയാൾക്ക് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതിനെയാണ് ക്രിമിനലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് പണിഷ്മെൻറ്റിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല, മറിച്ച് നമ്മൾ നമ്മുടെ സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുമ്പം സോഷ്യോളജിക്കലി അതൊരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ഡീവിയേഷനിസവും ക്രിമിനലൈസേഷനും പ്രധാനമായിട്ട് ഒരു സൊസൈറ്റിയിൽ ഓർഡർ നിലനിന്ന് പോകാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഡീവിയേഷനിസവും ക്രിമിനലൈസേഷനും. അതുപോലെ തന്നെ ഒരു പവർ റിലേഷൻ സൊസൈറ്റിയിൽ ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് ഡീവിയേഷനിസം, ക്രിമിനലൈസേഷൻ. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഒരു സ്ട്രക്ചർ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊരു കാരണം കൂടിയാണ് ഡീവിയേഷനിസവും ക്രിമിനലൈസേഷനും. ഇനി ഞാൻ ഡീവിയേഷനിസം, ക്രിമിനലൈസേഷൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയത്തില്ല കേട്ടോ. രണ്ടിൻ്റെ ഒരേ ഫങ്ഷൻസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. പ്രധാനമായിട്ട് 4 ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ഫങ്ഷൻ ആസ് എ മെഷർ ഓഫ് സോളിഡിറ്ററി ആൻഡ് സ്റ്റെബിലിറ്റി എന്ന് പറയും. സോളിഡിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ കുറേ അധികം നോംസ് ആൻഡ് റൂൾസ് ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കും. അതായത് അതിൽ നിന്നും ഡീവിയൻ്റ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള ഒരാളെ നോക്കിയാൽ നമുക്കറിയാം, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ക്രൈമാണ് അല്ലെങ്കിൽ ഒരു ഡീവിയൻസ് ആണ്, അപ്പോൾ അത് നമ്മൾ ചെയ്യരുത്. അപ്പോൾ എഴുതി വെച്ചിരിക്കുന്നതോ പറഞ്ഞ് പരമ്പരാഗതമായിട്ട് പരത്തിയതോ അല്ലാതെ ഒരു പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഡീവിയേഷനസോ ക്രിമിനലൈസേഷനോ അവിടെ നടക്കുമ്പോൾ സൊസൈറ്റിയിൽ ഒന്നുകൂടെ ഉറപ്പിക്കപ്പെടുകയാണ് എന്താണ് ശരി, എന്താണ് തെറ്റ്. ആ ഉറപ്പിക്കപ്പെടുന്ന അതിനെയാണ് നമ്മൾ സോളിഡിറ്ററി എന്ന് പറയുന്നത്.
ഇങ്ങനെ റീഅഫേം ചെയ്തു. ഒരു സർട്ടൻ റൂൾസ് റൈറ്റ് ആൻഡ് റോങ് അവിടെ റീഅഫേം ചെയ്തു. അവിടുത്തെ എല്ലാ ആൾക്കാർക്കും മനസ്സിലായി. ഒരാളെ കണ്ടപ്പോൾ മനസ്സിലായി, ഒരാൾക്ക് പണിഷ്മെന്റ് കിട്ടിയപ്പോൾ മനസ്സിലായി. ഓക്കെ, അതാണ് സോളിഡിറ്ററി. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം നമ്മൾ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകുന്നു. അതിനുമുള്ള ഒരു കാരണം എന്താണ്? നമുക്ക് മനസ്സിലായി, റീഅഫേം ചെയ്തു. അപ്പോഴായിരിക്കും വീണ്ടും ഒരാൾ ക്രൈം ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റും. അങ്ങനെ തന്നെ ആ സൊസൈറ്റിയിൽ കുറച്ച് പേര് ക്രൈം ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ പേരും എന്ത് ചെയ്യും? അതിൽ നിന്ന് പിന്മാറും. എന്താണ് റൈറ്റ്, എന്താണ് റോങ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സൊസൈറ്റി സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകും. അതാണ് ഫസ്റ്റ് മെഷർ. രണ്ടാമത്തെ മെഷർ എന്ന് വെച്ചാൽ സോഷ്യൽ ഡിഫൻസ് ആണ്. അപ്പോൾ സോഷ്യൽ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ ഒരു ടെററിസമോ ഒരു വലിയ രീതിയിലുള്ള ഒരു ക്രൈമോ ആ സ്റ്റേറ്റ് സംസ്ഥാനത്തിനെതിരെയോ അല്ലെ ആ സൊസൈറ്റിക്കെതിരെയോ കുറേ ആളുകൾ കൂട്ടമായിട്ടൊക്കെ ഒരു പ്രശ്നത്തിൽ ഏർപ്പെടാതെയൊക്കെ ഇരിക്കുന്നതിനുള്ള കാരണം എന്താണ്? പണിഷ്മെന്റിനെ കുറിച്ചുള്ള പേടിയാണ്. ഒരു ഡീവിയേഷൻസോ ക്രിമിനലൈസേഷനോ ഉള്ളതുകൊണ്ടാണ്. അപ്പം അതാണ് സോഷ്യൽ ഡിഫൻസ്. അവിടെ എന്താണ്? ഒരു സൊസൈറ്റി മൊത്തത്തിൽ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയാണ്. ആരും അതിനെ ടെററിസത്തിലേക്കോ അല്ലെങ്കിൽ ആ സൊസൈറ്റി മൊത്തമായിട്ട് നശിപ്പിക്കാനോ ഒരു വലിയ ഗ്രൂപ്പ് അറ്റാക്ക് സൊസൈറ്റിക്കുള്ളിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നോ ഉണ്ടാകുന്നില്ല. അതിനുള്ള ഒരു കാരണം കൂടെയാണ് ഈ ഡീവിയേഷൻസും ക്രിമിനലൈസേഷനും. അതുപോലെ മൂന്നാമതായിട്ട് പറയുന്നത് സൊസൈറ്റിയിൽ ഒരു റാങ്കിങ് കൊണ്ടുവരികയാണ്. പിന്നെ അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിറ്റി, ഒരു ക്രിമിനൽ ഐഡന്റിറ്റി, എക്സ്ക്ലൂഷൻസ് എന്ന് പറയും, അവരെ മാറ്റി നിർത്തപ്പെടും. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഒരു റാങ്കിങ് കൊണ്ടുവരുന്നു, അവരെ ഒരു എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ ഒരു ഡീവിയൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടോ ഒരാൾ ഒരിക്കൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അയാൾ അതിൽ നിന്നും വീണ്ടും റീഇൻറ്റഗ്രേറ്റ് ചെയ്ത് സാധാ ഒരു സൊസൈറ്റിയിലോട്ട് മിങ്കിൾ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അതുണ്ടാക്കുന്നത് എന്താണ്? ഈ ഡീവിയേഷൻസോ ക്രിമിനലൈസേഷനോ ആണ്. അപ്പോൾ ഒരാൾ ക്രിമിനൽ ആക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ഐഡന്റിറ്റി തന്നെ അങ്ങനെ അങ്ങ് മാറും. അയാൾക്ക് സൊസൈറ്റിയിൽ വീണ്ടും ഒഴുകി ചേരാൻ ഒരുപാട് താമസം വരും. അപ്പം നാലാമതായിട്ട് പറയാനുള്ളത് ആസ് എ മെഷർ ടു പ്രിസർവ് ഐഡിയോളജിക്കൽ ആൻഡ് സോഷ്യൽ ഹഗ്മണി എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യുന്ന എന്ത് തന്നെയാണ് ഇങ്ങനെ ഡീവിയേഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇതിനകത്ത് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണോ നീതി കിട്ടുന്നത്? അങ്ങനെയല്ല. ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറൊക്കെ വരുന്ന സമയത്ത് പൊളിറ്റിക്കലി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത്രയും പ്രിസേർവ്ഡ് അത്രയും സപ്പോർട്ട് കിട്ടാത്തവരും ഉണ്ട്. ഇപ്പോൾ ഒരു വിമൻ ആകാം, ചിൽഡ്രൻ ആകാം, അല്ലെങ്കിൽ സോഷ്യലി സപ്രസ്ഡ് ആയിട്ടുള്ളവരാകാം, വൾണറബിൾ ഗ്രൂപ്പ്സ് ആകാം. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ പണിഷ്മെന്റ് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. പറയത്തില്ലേ സൊസൈറ്റിയിലൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ ഇതിന് ഊരിപ്പോരും എന്ന് പറയാറില്ലേ? അപ്പം അങ്ങനെ ഒരു കാര്യം ഈ ഡീവിയേഷനിസത്തിൽ ക്രിമിനലൈസേഷനിൽ നടക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് മെയിനായിട്ടുള്ള 4 ഫങ്ഷൻസ് പറയാനുള്ളത്. അപ്പം ഒന്നുകൂടെ അതിൻ്റെ ഒരു ഇംഗ്ലീഷിലൊരു ഡെഫിനേഷനും കൂടെ ഒന്ന് വായിച്ചേക്കാം. അപ്പോൾ ഡീവിയേഷനിസം ആൻഡ് ക്രിമിനലൈസേഷൻ ആർ നോട്ട് ഓൺലി അബൌട്ട് പണിഷ്മെന്റ്. Sociologically, they perform important functions in society by maintaining order, power relations, and social structure. ഒന്നാമത്തെ ഫംഗ്ഷൻ as a measure of solidity and stability. Helps strengthen social solidity by clearly defining what is right and what is wrong. When deviant behavior is punished, society reaffirms its shared values, norms, and moral boundaries, thereby maintaining stability. Reinforces collective conscience. ഒരുമിച്ച് സൊസൈറ്റി ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും ചില നോംസ്. ആ കൺസൈൻസിനെ ഒന്ന് എന്ത് ചെയ്യുന്നു? റീഇൻഫോഴ്സ് ചെയ്യുന്നു. Creates society unity against deviance. Clarifies acceptable and unacceptable behavior. Prevents normlessness. അതായത് ഒരു പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാതെ പോകുന്നത് തടയുന്നു. നോംലെസ്നെസ് അതായത് ഒരു നിയമം അല്ലെ റൂള്, ഒരു അടിസ്ഥാനമില്ലാത്തത് തടയുന്നു. എക്സാമ്പിൾ, പണിഷ്മെന്റ് ഫോർ തെഫ്റ്റ് ഓർ മർഡർ യുണൈറ്റ്സ് സൊസൈറ്റി അഗൈൻസ്റ്റ് സച്ച് ആക്ട്സ്. പബ്ലിക് കണ്ടംനേഷൻ ഓഫ് ക്രൈംസ് ക്രിയേറ്റ്സ് കോമൺ മോറൽ എഗ്രിമെന്റ്. രണ്ടാമത്തത് ആസ് എ മെഷർ ഓഫ് സോഷ്യൽ ഡിഫൻസ്. Act as a protective mechanism to defend society from behavior that threatens social order, safety and welfare. Social order, safety അല്ലെങ്കിൽ വെൽഫെയറിനെ
തകർക്കത്തക്ക രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും തടയുന്നു. പ്രൊട്ടക്ട്സ് ലൈഫ്, പ്രോപ്പർട്ടി ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കൺട്രോൾ ഹാംഫുൾ ആൻഡ് ഡേഞ്ചറസ് ബിഹേവിയർ. മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ, ആക്ട് ആസ് എ ഡിറ്ററൻസ്. എക്സാമ്പിൾ എന്താണ്? ലോസ് അഗെയിൻസ്റ്റ് ടെററിസം, ഡ്രഗ് ട്രാഫിക്കിംഗ്, സെക്ഷൽ വയലൻസ്. ഇംപ്രിസൺമെന്റ് ഓഫ് ഹാബിച്വൽ ഒഫൻഡേഴ്സ് ടു പ്രൊട്ടക്ട് സൊസൈറ്റി. അതായത് നിരന്തരമായിട്ട് കള്ളത്തരം ചെയ്യുന്നവരെ എന്താണ് തടവിലടയ്ക്കാറുണ്ട്, ശിക്ഷിക്കപ്പെടാറുണ്ട്. അതും എന്തിന്റെ ഭാഗമായിട്ടാണ്? ഡിഫൻസിന്റെ ഭാഗമായിട്ടാണ്. ആസ് എ മെഷർ, മൂന്നാമതാണ് ആസ് എ മെഷർ ഓഫ് സോഷ്യൽ റാങ്കിങ് ആൻഡ് എക്സ്ക്ലൂഷൻ. യൂസ്ഡ് ടു ലേബൽ, റാങ്ക് ആൻഡ് മാർജിനലൈസ് certain groups, often pushing them to the lower levels of social hierarchy and excluding them from mainstream society. അവരെന്ത് ചെയ്യുന്നു? ചില ലേബലുകളും റാങ്കുകളും ഒക്കെ കൊടുത്തിട്ട് സോഷ്യൽ ഹൈറാർക്കിയിൽ ഏറ്റവും താഴോട്ട് തള്ളി അവരെ തഴയപ്പെടുന്നു. ലേബലിംഗ് തിയറി പറയുന്നത് ക്രിമിനൽ ഐഡന്റിറ്റി. അങ്ങനെ ഒരു ഐഡന്റിറ്റി കിട്ടിയാൽ പിന്നെ തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. റീഇൻഫോഴ്സസ് സോഷ്യൽ ഇനീക്വാലിറ്റി. ടാർഗറ്റ് വീക്കർ ഓർ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്, ലീഡ്സ് ടു സ്റ്റിഗ്മാസ് ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. എക്സാമ്പിൾ എന്താണ്? ക്രിമിനലൈസേഷൻ ഓഫ് ബെഗർ, സെക്സ് വർക്കേഴ്സ്, സ്ട്രീറ്റ് വെൻഡേഴ്സ്. ബെഗേഴ്സ് അവർ ചിലപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, പക്ഷെ അതൊരു കുറ്റവാളിയാക്കപ്പെടുന്നുണ്ട് അല്ലെ. ബെഗേഴ്സിനെയൊക്കെ ഒരു കണ്ണോടുകൂടിയാണ് കാണുന്നത്, അല്ലെ സെക്ഷൽ വർക്കേഴ്സിനെ, സ്ട്രീറ്റ് വെൻഡേഴ്സിനെയൊക്കെ. ഡിസ്പ്രപ്പോർഷനേറ്റ് അറസ്റ്റ് ഓഫ് പുവർ ആൻഡ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. എപ്പോഴും റിച്ച് ആയിട്ടുള്ളവരെക്കാട്ടിലും കൂടുതൽ വിധികളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്നത് പുവർ ആയിട്ടുള്ളവരും മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിലുള്ളവരും ഒക്കെ ആയിരിക്കും. Once labeled criminal, reintegration becomes difficult. ഒരു ക്രിമിനൽ എന്ന് പേര് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് സൊസൈറ്റിയിൽ പഴയ പോലെ ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. നാലാമത്തത് ആസ് എ മെഷർ ടു പ്രിസർവ് ഐഡിയോളജിക്കൽ ആൻഡ് സോഷ്യൽ ഹെഗമണി, യൂസ്ഡ് ബൈ ഡൊമിനന്റ് ഗ്രൂപ്പ്സ് ടു മെയിൻറ്റെയിൻ പവർ, ഐഡിയോളജി ആൻഡ് കൺട്രോൾ ബൈ സപ്രസിംഗ് ഡിസെന്റ് ആൻഡ് പ്രൊട്ടക്ടിംഗ് എക്സിസ്റ്റിംഗ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ. ഇപ്പം നിലവിലുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ക്രൈം ചെയ്താൽ റിച്ചിനും പൂർണ്ണ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ വ്യത്യസ്തം ആയിരിക്കും. പ്രൊട്ടക്ട്സ് ഇൻട്രസ്റ്റ് ഓഫ് റൂളിംഗ് ക്ലാസ്, സപ്രസസ് റെസിസ്റ്റൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ്, മെയിൻറ്റെയിൻസ് സ്റ്റാറ്റസ് കോ, ലോ ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് പവർ. എക്സാമ്പിൾ ക്രിമിനലൈസേഷൻ ഓഫ് പ്രൊട്ടസ്റ്റ്, സ്ട്രൈക്കർ, പൊളിറ്റിക്കൽ ഡിസെന്റ്. ഒരു പ്രശ്നത്തിനെതിരെ ഒരു പൊളിറ്റിക്സ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു തീരുമാനം കൊണ്ടുവന്നു, അവർ ഭരിക്കുന്ന പാർട്ടിയും കൂടെയാണ്. അപ്പൊ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെ എന്താണ് കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കും. അതെപ്പോഴും ശരിയാണോ? അല്ല. സ്ട്രൈക്കുകളും പ്രൊട്ടസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള അവകാശമുണ്ട് അല്ലേ. അത് യൂസ് ഓഫ് സെഡിഷൻ ഓർ പ്രിവെന്റേറ്റീവ് ഡിറ്റൻഷൻ ലോസ്. അവിടെ എന്താണ്? ഒരു കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് ഇയാൾ കുറ്റം ചെയ്യാൻ സാധ്യത ഉണ്ടെന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോവാണ്. അതൊക്കെ എന്താണ്? അത്ര ശരിയായിട്ടുള്ള നടപടികളല്ല. മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ ലോ സെർവ്സ് ഡൊമിനന്റ് ക്ലാസ് ഇൻട്രസ്റ്റ്. എല്ലായിടത്തും എന്താണ്? ലോ എന്ത് ചെയ്യുന്നുണ്ട്? ഡൊമിനന്റ് ആയിട്ടുള്ളവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതും ക്രിമിനലൈസേഷന്റെയും നമ്മുടെ ഡീവിയേഷനിസത്തിന്റെയൊക്കെ ഒരു ഫംഗ്ഷനാണ്. പക്ഷെ അത് നല്ല ഫംഗ്ഷൻ അല്ല. Thus, deviationism and criminalization function not only to control crime but also to maintain solidarity, protection, hierarchy and power relations within society. അപ്പോൾ പ്രധാനമായിട്ട് 4 ഫങ്ഷൻസ് ആണ് പറയാനുള്ളത്. അതിൻ്റെ മെയിൻ പോയിന്റ്സും എക്സാമ്പിളും പറഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വരുവാണെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. നോട്ട്സ് ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ഡീവിയേഷനിസം ആൻഡ് ക്രിമിനലൈസേഷൻ. ഓക്കെ. ആസ് എ മെഷർ ഓഫ് സോളിഡിറ്ററി ആൻഡ് സ്റ്റെബിലിറ്റി എന്ന് ചോദിച്ചാൽ ഇത്രയും പോയിന്റ്സ് ആണ് എഴുതാനുള്ളത്. മെഷേഴ്സ് ഒന്നാമത്തെ ഫങ്ഷൻ ആണേ, സോളിഡിറ്ററി ആൻഡ് സ്റ്റെബിലിറ്റി. അടുത്തത് രണ്ടാമത്തത് ആസ് എ മെഷർ ഓഫ് സോഷ്യൽ ഡിഫെൻസ്. അതിൻ്റെ പോർഷൻസ് ആണ് ഇത്രയും. അടുത്തത് മൂന്നാമത്തത് ആസ് എ മെഷർ ഓഫ് സോഷ്യൽ റാങ്കിങ് ആൻഡ് എക്സ്ക്ലൂഷൻ. അതിൻ്റെ തന്നെ എക്സാമ്പിൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നാലാമത്തത് ആസ് എ മെഷർ ടു പ്രിസർവ് ഐഡിയോളജിക്കൽ ആൻഡ് സോഷ്യൽ ഹെഗിമണി. അതിൻ്റെ എക്സാമ്പിൾ.
പിന്നെ ലാസ്റ്റ് എഴുതാനുള്ള ഒരു കൺക്ലൂഷൻ പോലെ എഴുതാനുള്ള ഒരു സെൻറ്റൻസ്. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനകത്ത് പറയാനുള്ളത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും താങ്ക് യു.